മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഡോക്ടർ മൻമോഹൻ സിംഗിന് വിട നൽകി രാജ്യം. AICC ആസ്ഥാനത്ത് നടന്ന പൊതുദർശനത്തിന് ശേഷം ദില്ലിയിലെ നിഗംബോധ് ഘട്ടിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങി ദേശീയ നേതാക്കൾ മൻമോഹൻ സിംഗിന് അന്തിമോപചാരം അർപ്പിക്കാൻ നിഗംബോധ് ഘട്ടിലെത്തിയിരുന്നു. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മൃതദേഹം മോത്തിലാൽ മാർഗിലെ ഔദ്യോഗിക വസതിയിൽ നിന്നും പ്രത്യേകം സജ്ജീകരിച്ച വാഹനത്തിൽ വിലാപയാത്രയായി AICC ആസ്ഥാനത്തേക്ക്. AICC ആസ്ഥാനത്ത് 1 മണിക്കൂർ നീണ്ട പൊതുദർശനം. പ്രമുഖ നേതാക്കളും പ്രവർത്തകരും കോൺഗ്രസ് ആസ്ഥാനത്തെത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. ശേഷം സംസ്കാര ചടങ്ങുകൾക്കായി ദില്ലി നിഗംബോധ് ഘട്ടിലേക്ക്. നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും അനുഭാവികളുമാണ് മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനത്തെ അനുഗമിച്ചത്. വാഹനം കടന്നുപോയ വഴിയിൽ കൃത്യമായ സുരക്ഷാ സജ്ജീകരണങ്ങൾ ഒരുക്കി. യമുന തീരത്തെ നിഗംബോധ് ഘട്ടിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സിഖ് മതാചാരപ്രകാരമായിരുന്നു സംസ്കാര ചടങ്ങുകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി തുടങ്ങി പ്രമുഖ നേതാക്കൾ നിഗംബോധ് ഘട്ടിലെത്തി പുഷ്പചക്രമർപ്പിച്ചു. മൻമോഹൻ സിംഗിന്റെ സംസ്കാരത്തിനും സ്മാരകത്തിനുമായി പ്രത്യേക സ്ഥലം അനുവദിക്കാത്തതിൽ കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസ് രംഗത്തു വന്നിരുന്നു. അതേസമയം സ്മാരകത്തിനായി സ്ഥലം അനുവദിക്കുമെന്ന് മൻമോഹൻ സിംഗിന്റെ കുടുംബത്തെയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും അറിയിച്ചിട്ടുണ്ടെന്നും അനാവശ്യ വിവാദം ഒഴിവാക്കണമെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ട്രസ്റ്റ് രൂപീകരിച്ച് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉള്ളതിനാലാണ് യമുനാ തീരത്തുള്ള നിഗംബോധ് ഘട്ടിൽ സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചതെന്നും കേന്ദ്രം വ്യക്തമാക്കി. മുൻ പ്രധാനമന്ത്രിയുടെ വിയോഗത്തിൽ രാജ്യത്ത് 7 ദിവസത്തെ ദുഃഖാചരണമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സാമ്പത്തിക നയ രൂപീകരണത്തിലൂടെ വേറിട്ട വഴി സൃഷ്ടിച്ച രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ ഭദ്രമാക്കിയ മൻമോഹൻ സിംഗിന്റെ വിടവാങ്ങൽ ദേശീയ രാഷ്ട്രീയത്തിന് തീരാനഷ്ടമാണ്. കൈരളി ന്യൂസ്, ദില്ലി.